ഇനി നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കടന്നാൽ ഇന്നലെ മലയാളി സിനിമാ പ്രേമികളെ, ആരാധകരെ, മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും ഒരേപോലെ സന്തോഷിക്കുന്ന ഒരു വലിയ വാർത്ത നമ്മളെ തേടിയെത്തിയിരുന്നു. ന്യൂസ് 18 കേരളമാണ് പ്രേക്ഷകരിലേക്ക് ആദ്യം ആ വാർത്ത എത്തിച്ചത്. ആരോഗ്യവാനായുള്ള മെഗാസ്റ്റാർ മമ്മൂട്ടി തിരിച്ചു വരുന്നു എന്നുള്ളത്. ഇനിയിപ്പോൾ അതിനുശേഷം വലിയ ചർച്ചകളൊക്കെ നടക്കുകയാണ് സൈബർ ഇടത്തിലൊക്കെ. ഏത് സിനിമാ ലൊക്കേഷനിലേക്കാണ് ആദ്യം എത്തുക, ഏതൊക്കെ സിനിമകളാണ് അദ്ദേഹത്തിൻ്റെതായി ഇനി വരാൻ പോകുന്നത്, ഏതൊക്കെ ലുക്കിൽ വരും, ഏതൊക്കെ ക്യാരക്ടേഴ്സ് ചെയ്യും എന്നതിനെ സംബന്ധിച്ചൊക്കെ വലിയ ചർച്ചകൾ നടക്കുകയാണ്. മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ഒരുപോലെ ആഘോഷിക്കുകയാണ് മലയാള സിനിമാ രംഗവും പ്രേക്ഷക സമൂഹവും. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മമ്മൂട്ടി തിരിച്ചെത്തിയാൽ ആദ്യം ഏത് സിനിമയുടെ സെറ്റിലാകും ജോയിൻ ചെയ്യുക എന്നതാണ് ഏറെ ആകാംക്ഷ, വലിയ ചർച്ച. കളങ്കാവൽ ഉൾപ്പെടെ പുറത്തു വരാനുള്ള മെഗാസ്റ്റാർ ചിത്രങ്ങളെ ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നതും. MS ഹരികൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹരികൃഷ്ണനോട് ചോദിക്കാം, ഇനി ഏതൊക്കെ സിനിമകളാണ് വരാനുള്ളത്, ഏത് ലൊക്കേഷനിലായിരിക്കും ആദ്യം മമ്മൂക്ക എത്താൻ പോകുന്നത് എന്നുള്ളത്. ഹരികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത ഇന്നലെ ന്യൂസ് 18 ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയുണ്ടായി. അപ്പോൾ ഏത് ചിത്രത്തിന്റെ ലൊക്കേഷനിലാണ് ഇനി മമ്മൂക്ക ആദ്യമായി എത്താൻ പോകുന്നത്? സെപ്റ്റംബർ 7-നാണ് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ. അപ്പോൾ ബർത്ത്ഡേക്കായിരിക്കും എത്താൻ പോകുന്നത് എന്നുള്ള ചില ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മമ്മൂട്ടി കഴിഞ്ഞ 7 മാസത്തോളമായിട്ട് സിനിമാ മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. മമ്മൂട്ടിയുടെ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഇത്രയധികം ഒരു വലിയൊരു ഇടവേള മമ്മൂട്ടിക്ക് ഉണ്ടായിട്ടില്ല. ആദ്യം ഏത് ചിത്രം അത് തന്നെയാണ് ഇവരും കഴിഞ്ഞ ദിവസം ആ ഒരു ആന്റോ ജോസഫിന്റെ പോസ്റ്റിന് ശേഷം ഇവർ ഉറ്റുനോക്കിയത്. മഹേഷ് നാരായണൻ ചിത്രമായ പേട്രിയോട്ട് അതിന്റെ ഷൂട്ടിംഗ് ശ്രീലങ്കയിൽ ഉൾപ്പെടെ പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉള്ളതുകൊണ്ടാണ് ആ ചിത്രത്തിന് ഒരു ബ്രേക്ക് വരേണ്ടി വന്നത്. മമ്മൂട്ടിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു ബ്രേക്ക് വരേണ്ടി വന്നത്. ഉടനടി തന്നെ ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുമെന്നുള്ളതാണ്. ആന്റോ ജോസഫ് തന്നെയാണ് ആ ചിത്രം നിർമ്മിക്കുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, ഷാഫിമോഹൻ, ഫാസിൽ, അങ്ങനെ നയൻതാര വലിയ താരനിരയാണ്. മലയാള സിനിമയിൽ തന്നെ ഏറ്റവും വലിയൊരു ചിത്രമായിട്ടാണ് പേട്രിയോട്ട് വരുന്നത്. അതിന്റെ ഷൂട്ടിംഗുമായിട്ട് ബന്ധപ്പെട്ട് മമ്മൂട്ടി ഉടൻ തന്നെ ജോയിൻ ചെയ്യും. അത് നിർമ്മാതാവ് ആന്റോ ജോസഫാണ്. സംവിധാനം ചെയ്യുന്നത് മഹേഷ് നാരായണനാണ്. ഈ ചിത്രത്തിലായിരിക്കും മമ്മൂട്ടി ഉടനടി ഷൂട്ട് ചെയ്യുന്നത്. അതിൽ ചില പോർഷൻസ് മമ്മൂട്ടിയുടെ ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായിരിക്കും നമുക്ക് ആദ്യം ജോയിൻ ചെയ്തത്. രണ്ടാമത് അതിന് ശേഷം നിതീഷ് സഹദേവ് സംവിധാനം ചെയ്ത ചിത്രമായിരിക്കും. ആ ചിത്രത്തിന്റെ ടൈപ്പ് ഒന്നും പുറത്തു വെച്ചില്ല. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുമില്ല. ഈ സെറ്റിൽ കഴിഞ്ഞിട്ട് ഉടനെ പോകുന്നത് ആ സെറ്റിലായിരിക്കും. അത് സാലിമി എന്ന സിനിമ, ദേശീയ ദിവസത്തെ നായകനായ സാലിമി എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് നിതീഷ് സഹദേവ്. നിതീഷ് സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രത്തിലായിരിക്കും മമ്മൂക്ക ഈ പേട്രിയോട്ടിന്റെ ഷൂട്ടിംഗ് ശേഷം പോകുന്നത്. അതായത് തുടർച്ചയായി ഇനി മമ്മൂക്ക സിനിമാ മേഖലയിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ്. അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം എത്രയോ നാളായിട്ട് ഇങ്ങനെ ഒരുപാട് ആശങ്കയാണ്. ഇവരാരും നമ്മുടെ മലയാളികളാരും ഇങ്ങനെ FB പോസ്റ്റിലൂടെ എന്താണ് സംഭവിച്ചത് തിരക്കില്ലെങ്കിൽ പോലും ഇന്ന് ആന്റോ ജോസഫിന് ആ പോസ്റ്റ് വന്നതിന് ശേഷമുള്ള ഫേസ്ബുക്ക് തുറന്ന മമ്മൂട്ടിയാണ്. നമ്മൾ സാധാരണ മമ്മൂട്ടി ഒരു ചിത്രം പങ്കുവെക്കുമ്പോൾ അത് സോഷ്യൽ മീഡിയ കത്താറുണ്ട്. സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയ വിഷയം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കത്താറുണ്ട്. അങ്ങനെയായിരുന്നു മമ്മൂക്ക തിരിച്ചു വരുന്നു എന്നുള്ള ആന്റോ ജോസഫിന്റെ വാക്കുകൾക്ക് മലയാളികൾ പ്രതികരിച്ചത്. എന്നാലും മോഹൻലാൽ ഇട്ട പോസ്റ്റ് മോഹൻലാലിന്റെ FBയിൽ തന്നെ ഏറ്റവും അധികം ലൈക്ക് വാങ്ങിക്കൂട്ടിയ ഒരു പോസ്റ്റുകൾ ഒന്നായിട്ടത് മാറുകയും ചെയ്തു. മോഹൻലാലിന്റെ പോസ്റ്റുകൾ ആകെയായിട്ട് ഇമോജി മാത്രമേ ഉള്ളൂ. അല്ലാതെ മമ്മൂട്ടിയുടെ കവളിൽ ഉമ്മ വയ്ക്കുന്ന ഒരു ചിത്രമായിട്ടാണ് മോഹൻലാൽ എത്തിയത്. അത് ഒരു വലിയ തരംഗമായി മാറിയത്. അതിനുശേഷം രാഷ്ട്രീയ, സാമൂഹിക, കലാകായിക മേഖലയിൽ എല്ലാവരും മമ്മൂട്ടിയെ ഇതുപോലെ തിരിച്ചുവരവ് ആഗ്രഹിച്ചുകൊണ്ട് തിരിച്ചുവരവിനെ സ്വീകരിച്ചുകൊണ്ട് രംഗത്തെത്തി. വെൽക്കം ബാക്ക് ചീഫ് എന്ന് പറഞ്ഞ ടൊവീരോ പോസ്റ്റ് ഇട്ടു. രാഹുൽ മാങ്കൂട്ടത്തിലാവട്ടെ, KC വേണുഗോപാലാവട്ടെ, ഉമാ തോമസ് ആവട്ടെ, അങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള ആളുകൾ ഇങ്ങനെ VK ശ്രീരാമൻ ഇട്ട പോസ്റ്റൊക്കെ വളരെ ഹൃദയസ്പർശിയായ പോസ്റ്റ് കൂടെയായിരുന്നു. അങ്ങനെ സിനിമാ മേഖലയിൽ നിന്നും എല്ലാവരും കാത്തിരുന്ന ആ ഒരു വാർത്താ ദിനം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെപ്റ്റംബർ 7-ാം തീയതി മമ്മൂട്ടിയുടെ പിറന്നാളാണ്. പിറന്നാൾ ദിനത്തിൽ മമ്മൂട്ടിയുടെ വീടിന്റെ 1-ാം നിലയിൽ നിന്ന് താഴെ നിൽക്കുന്ന ആരാധകർ കൈ കാണിക്കുകയും അവർക്ക് ഓരോരുത്തർക്കും കേക്ക് വിതരണം ചെയ്യുന്ന എല്ലാ വർഷമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. സെപ്റ്റംബർ 7 രാവിലെ 12 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ വീട്ടിൽ കാണും. അത് വേറെ എന്ത് സിനിമാ തിരക്കുണ്ടെങ്കിലും ആ സമയത്ത് തന്റെ ആരാധകർക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന ഒരു സമയം കൂടിയാണ് മമ്മൂട്ടിക്ക്. അതുകൊണ്ട് തന്നെ തന്റെ വീട്ടിന്റെ 1-ാം നിലയിൽ നിന്ന് എപ്പോഴും കൈവീശി കാണിക്കുന്ന മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടുള്ള ആരാധകർ ഒരുപാട് നാളായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. അത് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ കുറച്ച് സംശയങ്ങൾ ഇത്തവണ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. സംശയങ്ങൾക്കെല്ലാം തന്നെ കൂടുതൽ ആവേശം നൽകിക്കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ആന്റോ ജോസഫിന്റെ പോസ്റ്റ് വരുന്നത്. അതിനുശേഷം എന്തായാലും 7-ാം തീയതി എന്നുള്ള ആ ഒരു കാര്യം കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ തന്നെ സഹോദരിയുടെ മകൻ അഷ്കർ സൗദാൻ നടൻ തന്നെ പറഞ്ഞിട്ടൊരു കാര്യമാകുന്നുണ്ട്. ഒരു പിറന്നാൾ ദിനത്തിൽ ആരാധകർക്ക് ഒരു വലിയ ആവേശമായിട്ട് എത്തുമെന്നുള്ളതാണ്. അതിന് ഒരു കാണാനൊരു കാത്തിരിപ്പ്.
തന്റെ ആരാധകർക്ക് മുന്നിലേക്കാണ് നടൻ കൈവീശി കാണിക്കുന്നത്. എല്ലാ വർഷത്തിലും ഈ വർഷവും ഉണ്ടാകുമെന്നുള്ളൊരു സന്തോഷം തീർച്ചയായും തീർച്ചയായും എം എസ് ഹരീഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും സെപ്റ്റംബർ 7-ലേക്കാണ് ഇനി ആരാധകർ ഉറ്റുനോക്കുന്നത്. ഒരു ചെറിയ ഇടവേളയാണെങ്കിലും ആ ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്ക തിരിച്ച് ലൊക്കേഷനിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ലുക്കുകൾ, അദ്ദേഹം ചില ലൊക്കേഷനിലേക്ക് വരുന്ന ലുക്കുകളൊക്കെ വലിയ ഹിറ്റ് ആകാറുണ്ട്. ഇപ്പോൾ ഹരികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സോഷ്യൽ മീഡിയ കത്താറുണ്ട്. അപ്പോൾ അങ്ങനെ കത്തിക്കാൻ വേണ്ടി പുതിയ ഏത് ലുക്കിലായിരിക്കും മമ്മൂക്ക എത്തുന്നത് എന്നുള്ളത് ആരാധകരുടെ ആകാംക്ഷയാണ്. അതോടൊപ്പം ഇനി ഇറങ്ങാൻ പോകുന്ന ചിത്രങ്ങൾ, അതിൽ ഏതൊക്കെ കഥാപാത്രങ്ങളെയാണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയും ഒക്കെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. മറ്റു വാർത്തകൾ